പ്രൈസ് ഗാഡ്, ഹാലലൂയ. ഏവർക്കും ലിവിംഗ് വാട്ടർ ഫെലോഷിപ്പിലേക്ക് സ്വാഗതം. ദൈവനാമത്തിന് മഹത്വം. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനം, സൗഖ്യത്തെക്കുറിച്ചുള്ള കുറച്ച് വചനം നമ്മൾ നോക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ സ്നേഹത്തിലും കൃപയിലും നമുക്ക് ദൈവനാമത്തിന് മഹത്വത്തിനായി തന്നെ ഒരുമിച്ച് കൂടാം. ഇന്ന് ഈ വീഡിയോയുടെ മുമ്പാകെ നിങ്ങളായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസുഖങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വചനം കേട്ടിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവേ, അവിടുന്ന് ഇന്ന് ഈ വീഡിയോയുടെ മുമ്പാകെ ആയിരിക്കുന്ന മക്കളെ അവിടുത്തെ വചനത്തിൻ്റെ ആത്മീക ദർശനങ്ങളാൽ തന്നെ കർത്താവെ അവിടുന്ന് ഓരോരുത്തരെയും സ്പർശിക്കുമാറാകണമേ. ഇന്ന് പൂർണ്ണമായും കർത്താവെ അവിടുത്തെ സൗഖ്യം അവിടെ നൽകുമാറാകണമേ. ഈ സമയം കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് ഓരോ മക്കളെയും ഈ സമയം ഏൽപ്പിക്കുകയാണ്, ഓരോ കുടുംബങ്ങളെ ഏൽപ്പിക്കുകയാണ്. രോഗികളായിരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ കർത്താവെ ഈ സമയം അവിടുന്ന് സന്ദർശിക്കുമാറാകണമേ. അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് അവിടുന്ന് നേടിത്തന്നിരിക്കുന്ന സൗഖ്യം ഞങ്ങളെ ഓർക്കുവാണ് കർത്താവ്. ഈ സമയം ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാണ്. അവിടുത്തെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആരെങ്കിലും ഈ കൂട്ടത്തിൽ രോഗികളായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടിലോ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേദപുസ്തകം തുറന്ന് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ ഈ വാക്യങ്ങളൊക്കെയും നിങ്ങൾ നിങ്ങളുടെ നിത്യപ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കേണ്ടതാകുന്നു. കർത്താവിൻ്റെ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സങ്കീർത്തനം 103 അധ്യായം അതിൻ്റെ 3 വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിപ്പിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ്റെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾക്ക് യെശയ്യാ പ്രവചനം പറയുന്ന പോലെ അവൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം നാം പ്രാപിച്ചുമിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സങ്കീർത്തകൻ 103 വാക്യത്തിൽ പറയുന്നത് പോലെ അവൻ നിൻ്റെ അകൃത്യം ഒക്കെയും മോചിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ അവൻ സാക്ഷാൽ നമ്മുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും വഹിച്ചുകൊണ്ട് ക്രൂശിന്മേലേറി. നിശ്ചയമായിട്ടും യെശയ്യാ പ്രവചനം 53 പറയുന്നത് പോലെ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 23-25 വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ദൈവമക്കളെ, കർത്താവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം നമുക്ക് തീർച്ചയായും പ്രാപിക്കാൻ നമുക്ക് കർത്താവ് അവൻ്റെ സ്നേഹം പകർന്നിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിലൂടെ തന്നെ നമുക്ക് ആ സൗഖ്യം ലഭ്യമാണ്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 23-25 വാക്യം ഇങ്ങനെ പറയുന്നത്: നിങ്ങളുടെ ദൈവമായ യഹോവയെ സേവിപ്പിൻ. അപ്പോൾ കർത്താവിനെ സേവിക്കുന്ന ഏവർക്കും അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ അപ്പവും നീ കുടിക്കുന്ന വെള്ളവും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം. നാം കഴിക്കുന്ന ആഹാരവും നാം കുടിക്കുന്ന വെള്ളവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാവണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്കറിയാം, ഒത്തിരി ഫാസ്റ്റ് ഫുഡുകളും ഒത്തിരി ഉൽപ്പന്നങ്ങളും ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ലഭ്യമാണ്. അതിലെത്രയോ ആഹാര ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പാനീയങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ സഹായിക്കുന്നതാണ് എന്ന് യാഥാർത്ഥ്യത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലതും മായം ചേർന്നതും, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് ഉപകരിക്കുന്നത് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലതും നമുക്ക് ഉപകരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ പോലും അത് നമ്മുടെ ആരോഗ്യത്തിന് പൂർണ്ണമായിട്ടും അത്
ഏതെങ്കിലും വിധേനെ ദോഷമായി ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ ലോകത്ത് ജീവിക്കയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കീഴിലേക്ക് നാം ആയിത്തീരുമ്പോൾ നമ്മുടെ അപ്പത്തെയും അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തെയും നമ്മുടെ വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. കർത്താവിൻ്റെ വചനം വീണ്ടും പറയുകയാണ്, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. അതായത് നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി തീരുമാനമെടുത്ത് യേശുവിനെ അനുസരിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഈ അനുഗ്രഹം പ്രാപിക്കാം. അവിടെയാണ് കർത്താവ് പറയുന്നത്, നിന്റെ അപ്പത്തെയും നിന്റെ വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും. നിങ്ങളുടെ നടുവിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ വീട്ടിൽ നിന്ന്, നിന്റെ ദേശത്തിൽ നിന്ന് ഞാൻ ഈ രോഗമെന്നല്ല പറഞ്ഞത്, രോഗങ്ങളെ അകറ്റി കളയും എന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനം എത്രയോ ആഴത്തിൽ നമ്മളോട് സംസാരിക്കുന്നു. യാക്കോബ് 5:16 നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. എന്താണ് അവിടെ പറയുന്നത്? എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ അനേക രോഗങ്ങളും നമ്മോടൊപ്പം തന്നെ നമ്മുടെ ഈ ജീവകാലത്തൊക്കെയും സഞ്ചരിക്കുന്നുവെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന്, അതായത് ദൈവജനത്തിന് പ്രത്യേക ഒരു പരിഗണന ദൈവം നൽകുന്നുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവരോടാണ് കർത്താവിൻ്റെ വചനം സംസാരിക്കുന്നത്. അവനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഏവർക്കും കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ അവൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം നമുക്ക് വന്നുമിരിക്കുന്നു. ഇവിടെ 16-ാം വാക്യം പറയാണ്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന്. അതായത് നമ്മളുടെ ഇടയിൽ ആരെങ്കിലും രോഗികളായിത്തീർന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗത്താൽ വലയുന്നവരുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള നമ്മളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ അവർ രോഗികളായിരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാനുള്ള അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം, ദൈവത്തോട് നമുക്ക് ചോദിക്കാം. അവിടെ വചനം പറയാണ്, എന്നാൽ രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്. തമ്മിൽ കുറ്റപ്പെടുത്തിയല്ല, തമ്മിൽ പരാതികൾ പറഞ്ഞല്ല, നേരെ മറിച്ച് എന്താണ്? അവിടെ ക്രിസ്തു യേശുവിൽ ദൈവം നമ്മെ നീതീകരിച്ചിരിക്കുന്നു. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ നീതിമാന്റെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന എന്ന് കർത്താവിൻ്റെ വചനം പറയും. നീതിമാന്റെ ശ്രദ്ധയുള്ള പ്രാർത്ഥന. നാം അപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയെ നിശ്ചയമായിട്ടും അത് ശ്രദ്ധയുള്ള പ്രാർത്ഥനയാക്കി തന്നെ അത് തീർക്കണം. നമ്മുടെ ഭവനത്തിലോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ രോഗം കടന്നു വരുവാണെങ്കിൽ, വേണ്ടപ്പെട്ടവരോ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളോ രോഗികളായി തീരുവാണെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നമ്മൾ വളരെ വിഷമിക്കും, നമുക്ക് സങ്കടം തോന്നുമ്പോൾ നമ്മൾ ഹൃദ്യമായിട്ട് നമ്മുടെ ഉള്ളം നൊന്ത് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. അത് നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ അപ്പനോ അമ്മയോ ആവട്ടെ, നമ്മൾ സ്നേഹിക്കുന്നവരായിക്കോട്ടെ, അവരാരെങ്കിലും രോഗികളായി തീർന്നു അല്ലെങ്കിൽ അവർ കഷ്ടത്തിൽ കൂടി പോകുന്നു എന്നറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത, നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, ഇപ്പോൾ നിങ്ങൾ ഈ വചനം നിങ്ങൾ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും? നിങ്ങൾ ഏത് രോഗത്തിൻ്റെ അവസ്ഥയിലാണ്, ഏത് ബുദ്ധിമുട്ടാണ്, എന്ത് രോഗമാണ് നിങ്ങളുടെ ഒന്നും എനിക്കറിയത്തില്ല. എന്നാൽ നിങ്ങൾ ക്രിസ്തു യേശുവിൽ ദൈവം നിങ്ങളെ നീതീകരിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദൈവം എന്നെയും നീതീകരിച്ചിരിക്കുന്നു.
നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു, അത് രോഗശാന്തിക്ക് ഉതകുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, അപ്പോൾ മോശെ യഹോവയോട്, ദൈവമേ അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു എന്ന് പറയുന്നു. സംഖ്യാപുസ്തകത്തിൻ്റെ 12-ന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, മോശെ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. നമുക്കറിയാം, തൻ്റെ സഹോദരനായ അഹരോനും സഹോദരിയായിട്ടുള്ള മിര്യാമും മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ ദൈവം ഇരുവരെയും ശാസിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വചനം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മേഘവും കൂടാരത്തിന്മേൽ നിന്ന് നീങ്ങിപ്പോയി, മിര്യാം ഹിമം പോലെ വെളുത്തു കുഷ്ഠരോഗിണിയായി. അഹരോൻ മിര്യാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണി എന്ന് കണ്ടു. ദൈവസന്നിധിയിൽ നാം ദൈവത്തിൻ്റെ ദാസന്മാരോടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോടോ എതിർക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വിരോധമായി എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ചിലപ്പോൾ അതുമൂലം അല്ലെങ്കിൽ പാപനിമിത്തമോ നമ്മൾ ഏതെങ്കിലും രോഗത്തിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ യാഗമായി തീർന്നു. നമ്മുടെ പാപങ്ങളെ, സാക്ഷാൽ നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമൊന്നും ഇരിക്കുന്നു. നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-16 വായിച്ചതുപോലെ നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കുന്നു രോഗിക്ക് സൗഖ്യമായിട്ട്. അപ്പോൾ രോഗിയായിരിക്കുന്ന അല്ലെങ്കിൽ അവന് രോഗം കടന്നു വന്നിരിക്കുന്ന വഴികൾ എന്താണ് എന്ന് പരിശോധിക്കേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചോദിച്ചറിയേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നവൻ്റെ ഉത്തരവാദിത്തമാണ്. ദൈവസന്നിധിയിൽ അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പാപക്ഷമയ്ക്ക് വേണ്ടി കൂടിയും അങ്ങനെയുള്ള വ്യക്തികൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുവാണ്, 22-ന്റെ 2 മുതൽ 3 വരെയുള്ള വാക്യം പറയുവാണ്, നദിക്കിക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്, അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ആമേൻ. അവിടെ കർത്താവിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു പൂർണ്ണമായി. 2 ദിനവൃത്താന്തം 7-14 ഇങ്ങനെ പറയുന്നു, അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. പ്രിയമുള്ളവരെ, നമുക്കറിയാം 2019 COVID-19 എന്ന പേരിൽ കൊറോണ എന്നറിയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇടയിൽ വ്യാപരിച്ച ഒരു വൈറസുണ്ട്. ആ വൈറസിൻ്റെ വ്യാപനത്തിൽ അനേകരെ നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നമ്മളും അത്തരത്തിൽ ഉള്ള പ്രതിസന്ധിയിലൂടെ കടന്നുപോയവരാണ്. എന്നിരുന്നാലും കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. COVID-19 ചൈനയിൽ നിന്നാണ് ഉത്ഭവിച്ചതെങ്കിൽ ലോകമെമ്പാടും ഉള്ള രാജ്യങ്ങളിലേക്ക് അത് ദിനംപ്രതി എത്തിച്ചേരുവാനിടയായി തീർന്നു. ബാധിക്കയില്ല എന്ന് കരുതിയിരുന്നവർക്ക് പോലും
അല്ലെങ്കിൽ കടന്നു വരില്ല എന്ന് കരുതിയ രാജ്യങ്ങളിലേക്ക് പോലും ഈ രോഗമെത്തി. ചില ദേശങ്ങളിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതലില്ല എങ്കിൽ കടന്നു വരുന്ന ചില രോഗത്തിൻ്റെ അവസ്ഥകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പ്രതിപാദിക്കുന്നത്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ വാക്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം നമുക്ക് രക്ഷയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന ഏക നാമമാണ്. ഇന്നിവിടെ ഈ വീഡിയോ കേൾക്കുന്ന ഏവരും, നിങ്ങൾ ഏത് രോഗത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്ക് വിളിച്ചപേക്ഷിക്കാൻ ഈ ഭൂമിയിൽ ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുവാണ്, അവനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ വചനം പറയുവാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്നവരോട് ദൈവത്തിൻ്റെ വചനം പറയുവാണ്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ. അപ്പോൾ പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും അനേക രോഗങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവമക്കളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നത് ദുർമാർഗങ്ങളിലുള്ള സഞ്ചാരത്തിലൂടെയാണ്. ദുർമാർഗങ്ങൾ എന്താണ്? ദുർമാർഗങ്ങൾ എന്ന് പറയും. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിൽ അനേകം വ്യക്തികളും ലഹരിയുടെ ഉപയോഗങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മ്ലേച്ഛത കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കീഴിൽ നിന്ന് മാറിപ്പോയവരാണ്. വചനം പറയുന്ന പോലെ സകലവനും പാപം ചെയ്തു, സകലവനും തെറ്റ് ചെയ്തു, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കീഴിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കീഴിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു ജനം ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു, കർത്താവിന് വേണ്ടി തീരുമാനങ്ങൾ എടുത്തു നടന്നിരുന്നവർ തന്നെ അവർ പിൽക്കാലത്ത് വ്യക്തി താല്പര്യങ്ങളിൽ നിലനിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ദൈവനാമത്തെ ദുഷിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി മാറുകയും ചെയ്തപ്പോൾ അവരായിരിക്കുന്ന ദേശത്തിനും അതേ ശാപം വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ജനത്തിന് അവരായിരിക്കുന്ന ദേശത്തിൻ്റെ നടുവിൽ തന്നെ ദൈവം വച്ചിരിക്കുന്ന ആരോഗ്യ സൗഖ്യം അനുഭവിപ്പാൻ വിശ്വാസത്തിലിരിക്കുന്നവരായിട്ടുള്ള അല്ലെങ്കിൽ ദൈവമക്കളാണെന്ന് അവകാശപ്പെടുന്നവരായിരിക്കുന്നവർ തന്നെ ദൈവത്തിൻ്റെതല്ലാത്ത അല്ലെങ്കിൽ ദൈവികമല്ലാത്ത കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് ദൈവത്തെ ദുഷിപ്പിക്കുന്ന, ദൈവനാമത്തെ ദുഷിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറി അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്ന് വരികയാൽ ദൈവത്തിൻ്റെ വചനം പറയാണ്, ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ. അതിലൊന്നാമത്തെ ഘടകമാണ് വിഗ്രഹ ആരാധന എന്ന് പറയുന്നത്. വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിനെതിരാണ്. ദൈവമക്കൾക്ക് വിഗ്രഹാരാധന ചെയ്യുവാനുള്ള ഒരു അവകാശമോ അധികാരമോ ദൈവം നൽകിയിട്ടില്ല. വിഗ്രഹാരാധന പാപമാണ്. വിഗ്രഹാരാധന ചെയ്യുന്നതിലൂടെ നമ്മൾ ദൈവത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. വചനം പറയണ ശ്രദ്ധിക്കണം, തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ. ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമില്ല. നിങ്ങൾ ഭൂമിയിൽ ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഭൂമിയിൽ ആ തെറ്റ് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് പാപമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ചു തരുന്ന ഒരു ദൈവത്തിലേക്ക് നിങ്ങൾ നോക്കേണ്ടതാണ്. ദൈവജനം പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തികളിലോ അല്ലെങ്കിൽ ആ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിലോ മാത്രമല്ല അതിൻ്റെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ രോഗങ്ങൾ കടന്നു വരുവാൻ കാരണമായിത്തീരുന്നത്. അവിടെ
അവർ പാർക്കുന്ന ദേശത്തിന് തന്നെ അനാരോഗ്യം വന്നു ചേരുവാനിടയായിത്തീരുന്നു. അപ്പോൾ ആ രോഗത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലോ ആ വ്യക്തിയുടെ പ്രവൃത്തികളിലോ മാത്രം ഒതുങ്ങിയിരിക്കുന്നതല്ല. അത് ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് വ്യാപരിക്കുന്ന തലത്തിലേക്ക് ഒരു രോഗത്തിൻ്റെ ബന്ധനങ്ങളായിട്ട് മാറും. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാതെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, ദൈവം പറയുകയാണ് എൻ്റെ ജനം, നിങ്ങളെ തന്നെ താഴ്ത്തി, തന്നെത്താൻ താഴ്ത്തി, എന്താണോ എവിടെയാണ് നിങ്ങൾക്ക് വീഴ്ച പറ്റിയത്? വിഗ്രഹാരാധനയിൽ പട്ടുകിടക്കുകയാണ്. യേശുവിൻ്റെ സ്നേഹത്തെ നിങ്ങൾ പലരിലൂടെയും നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ അവഗണിച്ചു കളഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പാരമ്പര്യമോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളാണോ നിങ്ങളുടെ സൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്നത്? എന്നിരുന്നാലും ഇന്ന് നിങ്ങൾ ഈ വചനത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനമെടുത്താട്ടെ, യേശുവേ എന്നോട് ക്ഷമിക്കണമേ. നിങ്ങൾ ഹൃദ്യമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ സൗഖ്യം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ 2 ദിനവൃത്താന്തം 30:20 ഇങ്ങനെ പറയുന്നു, യഹോവ യെഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കി. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ സൗഖ്യമാക്കി എന്നല്ല, ജനത്തെ സൗഖ്യമാക്കി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ആ ദേശത്തിലെ ജനങ്ങൾക്ക് വരേണ്ട രക്ഷ അല്ലെങ്കിൽ സൗഖ്യം നമ്മുടെ അനുസരണക്കേടിലൂടെ നാം തടസ്സപ്പെടുത്തുന്നു. ജനങ്ങളിലേക്ക്, നിന്റെ ദേശത്തിലേക്കും നിന്റെ ചാർച്ചക്കാരുടെ ഇടയിലേക്കും ദൈവം വച്ചിരിക്കുന്ന രക്ഷയുടെ കടന്നുവരവിന് നീയോ ഞാനോ തടസ്സമായി തീരുന്നു. എന്തുകൊണ്ടാണ്? അനുസരണക്കേട് മൂലം, പാപം മൂലം, ദൈവദാസന്മാരോടോ അല്ലെങ്കിൽ ദൈവജനത്തോടോ ഉള്ള മറുതലിപ്പ് മൂലം. സങ്കീർത്തനം 6:2 ഇങ്ങനെ പറയുന്നു, യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. വചനം പറയുന്നു, 2 പറയുന്നു, യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു. അത് ശാരീരികമായിട്ടാവാം, ആത്മീകമായിട്ടാവാം, നിങ്ങളുടെ ബിസിനസ് പരമായിട്ടോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ ടെൻഷൻ അടിച്ച്, അല്ലെങ്കിൽ ബിസിനസ്സിൽ പച്ച പിടിച്ചിട്ടില്ല, ബിസിനസ്സിൽ വേണ്ട വിധത്തിലുള്ള പ്രോഫിറ്റ് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മക്കളിൽ പ്രതീക്ഷിക്കുന്ന ഫ്യൂച്ചർ, ഭാവിപരമായിട്ടുള്ള കാര്യങ്ങളിൽ, പഠനപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് വേണ്ടത്ര നൈപുണ്യം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ജോലി അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വിഷമം കൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നവരായിരിക്കാം. എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു. അസ്ഥികൾക്ക് ബലമില്ലാതായി പോകുന്നു, അല്ലെങ്കിൽ ഇടറിപ്പോകുന്നു. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾക്കൊന്നും ഉറപ്പില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വേണ്ടത്ര അനുഗ്രഹം പ്രാപിക്കുന്നില്ല അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നുള്ള ആ ചിന്താകുലത്താൽ പലപ്പോഴും ഇത്തരത്തിലുള്ള തളർച്ച അല്ലെങ്കിൽ ക്ഷീണത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകാറുണ്ട്. അവിടെ 2 വാക്യത്തിൽ ചോദിക്കുന്നുണ്ട്, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. മാനസികമായിട്ടും ശാരീരികമായിട്ടും സൗഖ്യം ആവശ്യം വരുന്ന ഒരു ഘട്ടമാണ്. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥന കർത്താവിനോട്, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ. നിശ്ചയമായിട്ടും ഈ വചനം നിങ്ങളിന്ന് കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ. എന്നെ മാനസികമായും എന്നെ ശാരീരികമായും
അലട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ബാധിച്ചിരിക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് സൗഖ്യം നൽകണമേ എന്ന് ഒരു ദൈവ പൈതലിന് ദൈവത്തോട് ചോദിക്കാം. സങ്കീർത്തനം 30:2 ഇങ്ങനെ പറയുന്നു: എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാം. നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ ദേശത്തിലെ സൗഖ്യത്തിന് വേണ്ടി, നിങ്ങളുടെ ചാർച്ചക്കാർ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ അവരിൽ ആരെങ്കിലും പാപത്തിൻ്റെതായ മേഖലകളിൽ ബന്ധനത്തിലായിരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള മറുതലിപ്പിനാൽ ദൈവത്തെ ഏതെങ്കിലും മേഖലയിൽ അവരനുസരിക്കാതെ അനുസരണം കെട്ടവരായി വെളിപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അതവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അതിൽ നിന്ന് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടതാണ്. അവർക്ക് ദൈവവചനത്തിൻ്റെ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനുണ്ട്. നിങ്ങളുടെ നിലവിളികളിൽ, നിങ്ങളുടെ കരച്ചിലിൽ നിങ്ങൾ സൗഖ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിന്റെ മക്കൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ, നിന്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ, നിന്റെ ചാർച്ചക്കാർക്കോ, നിന്റെ സഹോദരനോ സഹോദരിക്കോ, ആർക്കു വേണ്ടിയാണോ നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ, നിനക്ക് ദൈവസന്നിധിയിൽ നുറുങ്ങിയ ഹൃദയത്തോടെ ചോദിക്കാം അവൻ്റെ സൗഖ്യത്തിന് വേണ്ടി. അതുപോലെ സങ്കീർത്തനം 41:4 ഇങ്ങനെ പറയുന്നു: യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ, നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്ക് പാപബോധ്യം വരുത്തേണ്ട, അല്ലെങ്കിൽ പാപത്തിൻ്റെ തീവ്രത മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് ദൈവത്തിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ ലഭിച്ച നിങ്ങൾ അതേ പരിശുദ്ധാത്മാവിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് പാപബോധ്യം വരുത്തി കൊടുക്കും. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് യാഗമായി തീർന്നു കാൽവരി ക്രൂശിൽ. ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള വചനം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളിൽ ആരെങ്കിലും തന്നെ നീ സ്വയമേ നിന്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ ആദ്യമേ നീ നിന്നെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഏതെങ്കിലും വിധേന നീ ദൈവത്തോട് പാപം ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ നീ ദൈവത്തെ നിന്ദിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് എതിരായിട്ടുള്ള പ്രവൃത്തികൾ നിന്നിൽ വെളിപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് വരികയാൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. നിശ്ചയമായും ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവെങ്കിൽ നിങ്ങൾക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവൻ്റെ രക്തം നിങ്ങളെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും, അത് രക്താംബരം പോൽ ചുവപ്പായിരുന്നാലും ദൈവം അത് ഹിമം പോലെ വെളുപ്പിക്കും. അപ്പൊ ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു അവസ്ഥ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ അവസ്ഥയായിരിക്കും പിൽക്കാലത്ത് ചിലപ്പോൾ നീ രോഗത്തിന് അധീനനായിത്തീരുന്നത്, അല്ലെങ്കിൽ രോഗിയായിത്തീരുന്നത്. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിങ്കൽ നമുക്ക് നൽകിയിരിക്കുന്ന രോഗസൗഖ്യം നാം പ്രാപിക്കണമെങ്കിൽ ദൈവമായിട്ട് അകൽച്ചയിലിരിക്കുമ്പോഴല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൻ കീഴിലേക്ക് നമ്മളായിത്തീരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആ സൗഖ്യം നാം അനുഭവിക്കാനിടയായിത്തീരുന്നത്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സുവിശേഷങ്ങൾ, 4 സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പലയിടങ്ങളിലും യേശു അനേകരെ സൗഖ്യമാക്കിയതായിട്ട് നാം കാണുവാനിടയായിത്തീരുന്നുണ്ട്. രക്തസ്രാവക്കാരത്തിയായിട്ടുള്ള സ്ത്രീ വൈദ്യന്മാരെല്ലാം കണ്ട് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ച് ഒത്തിരി കാലം ചികിത്സ ചെയ്തു വന്ന വ്യക്തിയാണ്. അതുകൊണ്ടൊന്നും ഫലമില്ലാതിരിക്കെ
യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കാണുന്നതിൻ്റെ ഒരു അവസരം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ യേശുവിനെ മുഖാമുഖം കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആ സ്ത്രീക്ക് അവിടെ കാണുവാനിടയായിത്തീർന്നത്. എന്നിരുന്നാലും തന്നിലുള്ള വിശ്വാസത്താൽ അവൾ ആ തിരക്കിലേക്ക് കടന്നു ചെല്ലുകയും യേശുവിൻ്റെ പിന്നാലെ കടന്നു ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ, അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ അറ്റത്ത് ഒന്ന് തൊട്ടാൽ മതി. അവൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. യേശുവിനെ മുഖാമുഖം കണ്ടില്ല എങ്കിലും, കാണാൻ പറ്റിയില്ലെങ്കിലും, എനിക്ക് അവൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊടാൻ സാധിച്ചെങ്കിൽ. അവിടെയാണ് വിശ്വാസം. അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ സ്പർശിച്ചപ്പോൾ തന്നെ കർത്താവ് അത് അറിയുവാണ്. കർത്താവ് പറയുന്നുണ്ട്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. നമുക്കറിയാം, കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരായ നാം വീണ്ടും പാപസംബന്ധമായിട്ട് കുടുങ്ങിപ്പോകാതെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ, നാം എല്ലാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അതേ ആത്മാവിൻ്റെ സഹായത്താൽ തന്നെ നാം നിലകൊള്ളേണ്ടതാകുന്നു. ഇന്ന് ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് തോന്നുന്നത്? സങ്കീർത്തനം 147 3 വാക്യം ഇങ്ങനെ പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിന്റെ ശാരീരികമായിട്ടുള്ള സൗഖ്യത്തെക്കുറിച്ച് വേണ്ടി മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഡിപ്രഷനിലും ആങ്സൈറ്റിയും മനോചിന്തകളാൽ ഭാരപ്പെട്ടും, മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തായിരിക്കാം, നിന്റെ ജോലിയെക്കുറിച്ച് ഓർത്തായിരിക്കാം, നിന്റെ ഫിനാൻഷ്യലുള്ള സ്ട്രെസ്, നിങ്ങളുടെ ഫിനാൻഷ്യലുള്ള പ്രോബ്ലങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, നിങ്ങളുടെ കടബാധയെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, നിങ്ങളുടെ മക്കളുടെ ഭാവി എന്താവും, നിങ്ങളുടെ ബിസിനസ് എന്താവും. എന്നിരുന്നാലും ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. നിന്റെ മനസ്സിൻ്റെ സൗഖ്യവും നിന്റെ മനസ്സിൻ്റെ ആരോഗ്യവും ദൈവം നിനക്ക് മടക്കി തരുവാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നിന്റെ ഹൃദയത്തിലേറ്റിരിക്കുന്ന മുറിവുകളായിരിക്കാം, നിന്റെ മനസ്സിലേറ്റിരിക്കുന്ന മുറിവുകളായിരിക്കാം. പണ്ട് ആരോ നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചതോ, നിനക്കോ നിന്റെ കുടുംബത്തിനോ നിന്റെ ബിസിനസ്സിനോ എതിരായി പ്രവർത്തിച്ചോ നിനക്ക് ഏറ്റിരിക്കുന്ന മുറിവായിരിക്കാം. ചിലപ്പോൾ കുറ്റപ്പെടുത്തിയതായിരിക്കാം, പരാതി പറഞ്ഞതായിരിക്കാം. ഏതെങ്കിലും വിധേയനെ നിന്റെ ഹൃദയത്തിനോ നിന്റെ മനസ്സിനോ എപ്പോഴെങ്കിലും നിനക്കതൊരു മുറിവായി കിടപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. യെശയ്യാ പ്രവചനം 53:5 വാക്യം പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. കർത്താവ് ഏറ്റിരിക്കുന്ന അടിപ്പിണരുകളാൽ, അവനേറ്റിരിക്കുന്ന മുറിവുകളാൽ, അവനേറ്റിരിക്കുന്ന പീഡകളാൽ അവൻ നമ്മളുടെ തകർന്ന മനസ്സിനെ മുറിവ് വെച്ച് കിട്ടുന്നു. നമ്മുടെ തകർന്നിരിക്കുന്ന, മടുത്തിരിക്കുന്ന മനസ്സിനെ അവൻ സൗഖ്യമാക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 18 വാക്യം, അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും. നീ നടന്നിരിക്കുന്ന പല വഴികളുണ്ടാവാം, നീ കടന്നു വന്നിരിക്കുന്ന പല ചിന്താകുലവും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വന്നവരാവാം. ഒരു കാലത്ത് നീ അനുസരണത്തിൽ നടന്നവരാണ്, ദൈവവചനം കേൾക്കാൻ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു, ദൈവവചനം കേൾക്കാൻ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുത്ത് നടന്ന ഒരു വ്യക്തിയായിരിക്കാം. പിന്നീട് എന്തോ ഒരു കാരണത്താൽ പിന്നീട് നിന്റെ കർത്താവിനോട് കൂടെയുള്ള നടപ്പ് നീ മതിയാക്കി. എന്നാൽ ഇന്ന് നീ തീരുമാനം എടുക്കണം.
ദൈവത്തിൻ്റെ വചനം പറയുവാണ്, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെയാണ് പിതാവിലേക്കുള്ള വഴി. കർത്താവ് യേശു പറയുവാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പൊ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളുടെ വഴി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. നീ ആ യേശുക്രിസ്തുവിനെ മാറ്റിവെച്ചിട്ട് വിഗ്രഹങ്ങളുടെ പുറകെ പോയാൽ അതൊരിക്കലും നിനക്ക് രോഗസൗഖ്യമോ അനുഗ്രഹമോ കൊണ്ട തരത്തില്ല. നിനക്കോ നിന്റെ കുടുംബത്തിലോ ലഭിക്കേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങളെയും സൗഖ്യത്തിൻ്റെയും ഘടകങ്ങളെ നിന്റെ അവിശ്വാസവും നിന്റെ പ്രവൃത്തിയും മൂലം നീ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യെരമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എൻ്റെ പുകഴ്ചയല്ലോ. കർത്താവ് സൗഖ്യമാക്കിയിട്ടല്ലാതെ നിനക്ക് സൗഖ്യം വരികയില്ല. നമുക്കറിയാം, പിശാചും ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് സൗഖ്യം കൊടുക്കും. നിന്റെ കടബാധ്യത മാറും, നിന്റെ രോഗം മാറി എന്ന് വരുത്തി തീർക്കും. പക്ഷെ നിന്നെ നിത്യതയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ നിത്യതയിലേക്ക് എത്തിക്കുന്ന നിന്റെ ആത്മാവിൻ്റെ രക്ഷയെ പിശാച് മറച്ചു കളയും. അവിടെയാണ് നീ ചിന്തിക്കേണ്ടത്. കർത്താവായ യേശു പറഞ്ഞു, ഈ ലോകത്തിലുള്ള സകലതും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമുക്ക് എന്ത് പ്രയോജനമാണ്? അവിടെ വചനം പറയുവാണ്, എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എൻ്റെ പുകഴ്ചയല്ലോ. ദൈവമാണ് നിന്നെ ഉയർത്തുന്നത്. നീ രോഗക്കിടക്കയിലായി പോയിട്ടുണ്ടെങ്കിൽ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കണമെന്ന്. യേശു ആഗ്രഹിക്കുന്നു നിന്നെ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമെന്ന്. നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ യേശുവാണ് നിനക്ക് സൗഖ്യം തരേണ്ടത്. അതൊരു വിഗ്രഹമല്ല, ഒരു പൈശാചിക ബന്ധനവുമല്ല എനിക്ക് രോഗസൗഖ്യം തരേണ്ടത്. എൻ്റെ പ്രവൃത്തികളിൽ ഞാൻ ദൈവത്തോട് മറുതലിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ദൈവത്തോട് എതിരായിട്ടുള്ള സംസാരമോ പ്രവൃത്തികളോ ദൈവത്തിൻ്റെ ദാസന്മാർക്കെതിരെയോ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെയോ ദൈവവചനത്തിനെതിരെയോ ഞാൻ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്കോ എൻ്റെ കുടുംബത്തിലുള്ളവർക്കോ രോഗത്തിൻ്റെതായ ഏതെങ്കിലും കഷ്ടാവസ്ഥകളോ കഷ്ടാനുഭവങ്ങളോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, യേശുവേ ഇന്ന് എനിക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ അത് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ നിന്ന് തന്നെയായിരിക്കണം. വചനം പറയാണ്, എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. അപ്പൊ കർത്താവ് രക്ഷിച്ചിട്ടല്ലാതെ നമുക്ക് ഒരു രക്ഷ ലഭിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ 4:23 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിന്നെ യേശു ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ച് നിനക്ക് രോഗികളായിട്ട് നിന്റെ കുടുംബത്തിലോ നിന്റെ ബന്ധുജീവിതങ്ങളിലോ എവിടെയെങ്കിലും രോഗികളായി കിടക്കുന്നവരുണ്ടെങ്കിൽ നിനക്ക് യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് അവരോട് അറിയിക്കാം. അവർക്ക് ദൈവം വച്ചിരിക്കുന്ന രോഗസൗഖ്യത്തെക്കുറിച്ചും നിനക്ക് സംസാരിക്കാം. യേശുക്രിസ്തു ഒരു ദേശത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സുവിശേഷം വ്യാപരിക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നവരായ നാം ചെയ്യേണ്ടതാകുന്ന പ്രവൃത്തി, നമ്മിൽ വെളിപ്പെടേണ്ടതാകുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത, യേശുവിൻ്റെ രക്ഷയെ ഗ്രഹിച്ചിട്ടില്ലാത്ത, സത്യദൈവത്തെ അറിയില്ലാത്ത വ്യക്തികളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ രക്ഷയുടെ വചനം നൽകേണ്ട ഉത്തരവാദിത്തമാണ് ദൈവം നമ്മെ ഏവരെയും ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 12:15 വാക്യം, യേശു അത് അറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി.
ശ്രദ്ധിച്ചു. വളരെ പേർ യേശു ആ ദേശത്ത് നിന്ന് വിട്ടുപോയി എന്നറിഞ്ഞിട്ടും യേശുവിനെ അനുഗമിച്ച് അല്ലെങ്കിൽ യേശുവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, യേശു നൽകുന്ന സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവർ യേശുവിൻ്റെ പിന്നാലെ ചെന്നു. യേശു അവരോട് പറഞ്ഞില്ല, ഞാൻ ഈ ദേശം വിട്ടുപോയി അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ സൗഖ്യം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല. ദൈവത്തിൻ്റെ വചനം പറയുവാണ്, അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കിയെന്ന്. ഏത് രാജ്യത്തോ ദേശത്തോ എവിടെ ഇരുന്നായിക്കോട്ടെ നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്, ഇന്ന് യേശു ക്രിസ്തുവിൽ നിന്നുള്ള സൗഖ്യം, യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യം, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകുന്ന സൗഖ്യം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിശ്ചയമായും നിങ്ങൾ കൃത്യമായ വാക്കുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം നിങ്ങൾ തീരുമാനമെടുത്താട്ടെ, എൻ്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം വേണമെങ്കിൽ അതെൻ്റെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന സൗഖ്യമാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ വെളിപ്പെടേണ്ടത്. ഞാൻ പിൻപറ്റിയിരിക്കുന്നത് എൻ്റെ യേശുവിനാണ്. ഞാൻ പിൻചെല്ലുന്നത് എൻ്റെ യേശുവിൻ്റെ പുറകെയാണ്. അതുകൊണ്ട് തന്നെ യേശു എന്നെ സൗഖ്യമാക്കും. യേശു എൻ്റെ കുടുംബത്തെ ജീവിപ്പിക്കും, എൻ്റെ കുടുംബത്തെ ആരോഗ്യത്തോടെ നയിക്കും. യേശുവിനെ അനുഗമിച്ച അല്ലെങ്കിൽ യേശുവിൻ്റെ പിന്നാലെ ചെന്ന ആരെയും യേശു നിരാശരായി മടക്കി അയച്ചില്ല. യേശു അവരെല്ലാം സൗഖ്യപ്പെടുത്തി. 1 പത്രോസ് 2 അധ്യായത്തിൻ്റെ 24 വാക്യം പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെശയ്യാ പ്രവചനം 53 അധ്യായത്തിൽ പറഞ്ഞതുപോലെ അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഖ്യം അത് എന്തിനാണ്? നാം പാപം സംബന്ധിച്ച് മരിക്കണം. പാപസംബന്ധമായിട്ട് നമ്മൾ ജീവിക്കുവാൻ പാടുള്ളതല്ല. പാപം സംബന്ധിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ ഇനി ജീവിക്കാൻ പറ്റത്തില്ല. പാപത്തിൽ ഇനി നിന്റെ മേൽ ഒരു അധികാരവും അവകാശവുമില്ല. പാപം സംബന്ധിച്ചിട്ട് നീ മരിക്കണം. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം. ക്രിസ്തു യേശുവിലുള്ള നീതിയിൽ തന്നെ നാം ഏവരും ജീവിക്കണം. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ നീതിയിൽ ജീവിക്കേണ്ടതിന് അവൻ യാഗമായി തീർന്നു. അവിടെയാണ് പറയുന്നത്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായത്തിൻ്റെ 40 വാക്യം ഇങ്ങനെ പറയുന്നു, അവർ കണ്ണുകൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. ചില സൗഖ്യങ്ങൾ നമുക്ക് ലഭിക്കാതായി പോകുന്നത് എത്ര നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും ദൈവം പലപ്പോഴായിട്ടും നമ്മളെ നമ്മുടെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടും തൻ്റെ ദാസന്മാരിലൂടെ അല്ലെങ്കിൽ തൻ്റെ മക്കളിലൂടെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും മാനസാന്തരത്തിൻ്റെ വചനങ്ങൾ പലപ്പോഴായി കേൾക്കുവാൻ ഇടവന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വിചാരം പോലും ഇല്ലാതെ വീണ്ടും അതേ പാപത്തിൽ തുടർച്ചയായി അല്ലെങ്കിൽ മുഴുനീളെ പാപം ചെയ്തുകൊണ്ട് ദൈവത്തെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയും ദൈവത്തെ വീണ്ടും വീണ്ടും കോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കണ്ണുകൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും ചെയ്യാതിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക. പലപ്പോഴും നാം ദൈവത്തെ അനുസരിക്കുന്നു എന്ന് പറയുകയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ടും നമ്മുടേതായ ചിന്തകളും നമ്മുടേതായ കാഴ്ചപ്പാടുകൾക്കും വേണ്ടിയിട്ട് പലപ്പോഴും ദൈവത്തിൻ്റെ വചനങ്ങളെ കൂട്ടിക്കളയുകയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടേതായ ഇഷ്ടങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഘടകങ്ങൾ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏതെങ്കിലും മേഖലയിൽ പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ രോഗം വിതച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും
ദൈവത്തോടുള്ള അനുസരണക്കേട് മൂലം നിങ്ങൾക്ക് കടന്നു വന്നിരിക്കുന്ന രോഗം, അല്ലെങ്കിൽ പിശാചിനാൽ അവൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ട് നിങ്ങൾ രോഗബാധിതരായി തീരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. നിങ്ങൾ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തോടും ദൈവത്തോടും മറുതലിക്കാതെ തീരുമാനങ്ങളെ പ്രവർത്തിക്കുന്നവരായി വീണ്ടും മടങ്ങി വരുന്നവരായി ദൈവസന്നിധിയിൽ നിങ്ങൾ വെളിപ്പെട്ടാൽ, ഒത്തിരി പാപ മേഖലകളിൽ കുടുങ്ങിക്കിടന്ന, അല്ലെങ്കിൽ ഒത്തിരി പാപത്തിൻ്റെ സ്വഭാവം തിരിച്ചറിയാതെ പാപത്തിൻ്റെ സ്വഭാവത്തിന് നമ്മുടെ സ്വാഭാവിക ചിന്തകളാലും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലും പാപത്തിന് വലിയ പ്രാധാന്യം, അതായത് പാപം എനിക്ക് വിശ്വാസ ജീവിതത്തിൽ തടസ്സമാണ് എന്ന് കാണാതെ ആ പാപത്തിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള നിൻ്റെ വ്യക്തിപരമായ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് പാപം എന്ന് പറയുന്നത് നിനക്ക് തടസ്സമായി മാറും എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിൽക്കാലത്തേക്ക് ഒരു തടിച്ച ഹൃദയം നിന്നിൽ വെളിപ്പെട്ടു വരും. എന്താണത്? എത്ര പാപം ചെയ്താലും ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ചെയ്യുന്നത് പാപമാണ് എന്നുള്ള സത്യം അല്ലെങ്കിൽ ബോധ്യം വരാതെയായി പോകും. അത് പാപമാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് പാപമാണ് എന്നുള്ളൊരു ഒരു ചിന്ത, ആ ഒരു ചിന്ത പോലും മാനുഷികമായിട്ടാണെങ്കിൽ പോലും അത് ഇല്ലാതെയായി പോകുന്നു. ദൈവത്തിനെതിരായിട്ടുള്ള പ്രവൃത്തികൾ അത് വീണ്ടും 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 ചെയ്യുന്ന ഒരവസ്ഥ. അവിടെ നമ്മളെ അതിലേക്കെല്ലാം നയിക്കുന്ന ഒരു ഘടകമുണ്ട്, അവിശ്വാസം. നമുക്കറിയാം, യേശുക്രിസ്തു ഒരു ദേശത്തേക്ക് ചെന്നിട്ട് ആ ദേശത്ത് വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും യേശുവിന് പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ ദേശത്തിലുള്ളവരുടെ അവിശ്വാസം നിമിത്തം, അവിടെ ഉള്ളവരുടെ അവിശ്വാസം നിമിത്തം യേശുവിന് വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും ആ ദേശത്ത് ചെയ്യുവാൻ സാധിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നിന്റെ കുടുംബത്തിലോ നിനക്ക് വ്യക്തിപരമായി താല്പര്യമുള്ള ആർക്കെങ്കിലോ രോഗത്തിൻ്റെ അവസ്ഥകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാരപ്രയാസങ്ങളോ ആയിരിക്കുവാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും നിന്റെ വിശ്വാസം നിമിത്തം ദൈവം നിന്നെ നീതീകരിച്ച്, നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, അത് രോഗിക്ക് സൗഖ്യമായി തീരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 28-27 വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറയുക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. യെശയ്യാ പ്രവചനം 6:10 പറയുന്നത് പോലെ തന്നെ, മനം തിരിയുകയോ ഞാൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന്, അവർ മാനസാന്തരപ്പെടാതെ അവർ താൻ ചെയ്ത തെറ്റുകൾ അത് ദൈവത്തിനെതിരായാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചിന്ത കൊണ്ട് പോലും ദൈവികമായ താല്പര്യങ്ങൾക്ക് എതിർ നിൽക്കുന്ന ഒരു അവസ്ഥ. പിശാച് അനേകരെ തെറ്റിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുന്ന അവസ്ഥ. ചിലവർ പറയും, ഒത്തിരി വർഷമായി എനിക്ക് രോഗം വന്നിട്ട്, ഞാൻ ഒത്തിരി നാളുകളായി പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഇതുവരെയും രോഗസൗഖ്യം ലഭിച്ചിട്ടില്ല. ബെത്സേദ കുളത്തിനരികെ കിടക്കുന്ന അനേക വർഷങ്ങളായി 30-38 കൊല്ലത്തോളം അവിടെ ചെലവഴിച്ച വ്യക്തിക്ക് അതുവരെ സൗഖ്യം ലഭിച്ചിട്ടില്ല. മറ്റുള്ള വ്യക്തികൾ അവർ വിശ്വാസത്താൽ സൗഖ്യം പ്രാപിച്ചു പോകുന്ന അവസ്ഥ കാണുന്ന ഒരു വ്യക്തി, എന്നാൽ താൻ ആഗ്രഹിച്ചു ദൈവം നൽകുന്ന സൗഖ്യം തനിക്കും ലഭിക്കുമെന്ന്. യേശുക്രിസ്തുവിൻ്റെ
ആ വ്യക്തിയുടെ ജീവിതത്തിലേക്കുള്ള കടന്നുവരവെങ്കിൽ യേശുക്രിസ്തുവിനെ കാണുവാനിടയായപ്പോൾ ആ വ്യക്തിക്ക് സൗഖ്യം ലഭിച്ചു. അവിടെ ആ വ്യക്തി പറയുന്നുണ്ട്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ, അല്ലേ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ഇവിടെ നിന്ന് കുളക്കരയിലേക്ക് അല്ലെങ്കിൽ ബെത്സദ കുളത്തിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ വക്കോളം എത്തിക്കാൻ പോലും ആരും ഇല്ല. അതായത് നിനക്കൊരു രോഗത്തിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ ഇടുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനോ ഒരു മധ്യസ്ഥ പ്രാർത്ഥന കഴിക്കുവാനോ ആരും നിനക്ക് വേണ്ടിയില്ല. അങ്ങനെയുള്ള വ്യക്തികൾ നീ വചനം കേൾക്കുവാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ നിമിഷം തന്നെ യേശുക്രിസ്തു നിങ്ങളെ വിശ്വാസത്താൽ സൗഖ്യപ്പെടുത്തും. നിനക്ക് ലഭിക്കേണ്ട സൗഖ്യം നിനക്ക് തന്നെ ലഭിക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ അതിനെതിരായിട്ട് കാതടച്ചു കളയരുത്, ചെവി അടച്ചു കളയരുത്. അവിടെ പറയണം, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു. അതായത് ദൈവത്തിനും ദൈവത്തിൻ്റെ ശബ്ദത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോകുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ എത്രമാത്രം നിങ്ങൾ ശ്രദ്ധയുള്ളവരാണ്, എത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഖ്യത്തെ അയക്കും. സങ്കീർത്തനം 107 20 ഇങ്ങനെ പറയുന്നു, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. കർത്താവിൻ്റെ വചനം നിന്നിലേക്ക് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നീ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിന്നിലേക്ക് അയക്കപ്പെടുകയാണ്. എന്തിനാണ്? നിന്റെ കുടുംബത്തിനും നിനക്കും വേണ്ടി ദൈവത്തിൻ്റെ സൗഖ്യം നിങ്ങൾ പ്രാപിക്കേണ്ടത്. ആ സൗഖ്യം നീ ഏറ്റെടുക്കുക മാത്രമല്ല, നിന്റെ കുടുംബത്തിലുള്ളവർക്കും അത് നീ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന്, ശ്രദ്ധിക്കണം, അവരുടെ കുഴികളിൽ നിന്ന്. അപ്പൊ നോക്കി, ഒരു രോഗത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്ന ഒരു പടുകുഴിയാണ്. എന്തുകൊണ്ടാണ് രോഗത്തിൻ്റെ അവസ്ഥ പടുകുഴിയാണ് എന്ന് പറയാൻ കാരണം? അല്ലെങ്കിൽ ഒരു കുഴിയാണ്, അവരുടെ കുഴികളിൽ, അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? മരിച്ചു കഴിഞ്ഞാൽ കൊണ്ട് കുഴിച്ചിടും, അല്ലേ? കുഴിയാണ്. അപ്പൊ രോഗത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമായിട്ടുള്ള സംഗതിയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മരണകരമായിട്ടുള്ള അല്ലെങ്കിൽ മരണഹേതുവാകുന്ന രോഗത്തിൻ്റെ അവസ്ഥകളുമുണ്ട്. നിങ്ങളെ മരണത്തിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥകളുമുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ അത് നോക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 13 14 ഇങ്ങനെ പറയുന്നു, അക്കാലത്ത് എലീശ മരണഹേതുകമായ രോഗം പിടിച്ചു കിടന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 20 1 ഇങ്ങനെ പറയുന്നുണ്ട്, അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. നമുക്കറിയാം, കൊറോണ വൈറസ് വ്യാപരിച്ചപ്പോൾ ഒത്തിരി പേര് മരിക്കുകയും ഒത്തിരി പേര് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോവുകയും ചെയ്തവരാണ്. എന്നാൽ ഒത്തിരി പേര് മരണത്തിലേക്ക് കടന്നുപോയി. പലർക്കും രോഗം വന്ന് വീണ്ടും അവർ സൗഖ്യം പ്രാപിച്ചെങ്കിലും പിൽക്കാലത്തേക്ക് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ശരീരത്തിൽ ആ രോഗം ഹേതുവായിട്ട് അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. നമ്മളിവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ അവിടെ ഹിസ്കിയാവിന് രോഗം ബാധിച്ചു, മരണകരമായിട്ടുള്ള രോഗം ബാധിച്ചു എന്ന് പറയും. യെശയ്യാപ്രവചനം 38:4 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കുള്ള ഒരു അടയാളമാകും. ആ അടയാളം എന്തെന്നാൽ, ആഹാസിൻ്റെ
ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. ഇങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞ് പോന്നു. ഹിസ്കിയാവിന് രോഗം പിടിച്ചു. എന്നാൽ യെശയ്യാപ്രവാചകനിലൂടെ ദൈവം അവന് വീണ്ടും ഒരു 15 സംവത്സരം കൂടെ ബോണസായിട്ട് 15 സംവത്സരം കൂടെ അവൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിക്കുന്ന ഒരവസരമാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് നമ്മളവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും യെശയ്യാപ്രവചനം 38-ാം അധ്യായം നിങ്ങളൊന്ന് തീർച്ചയായിട്ടും വായിക്കണം. നമ്മളിൽ ആരെങ്കിലും രോഗത്തിൻ്റെ അവസ്ഥ ഉണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് സങ്കടമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സന്തോഷമല്ല സങ്കടമാണ് വരുന്നത്, അല്ലേ? പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവർക്ക് സൗഖ്യം ലഭിച്ചു, അല്ലെങ്കിൽ അവർ സൗഖ്യമായി എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് എങ്ങനെയാണ് ഇടപെടാൻ സാധിക്കുന്നത്? ഞാൻ പ്രാർത്ഥിച്ചത് കാരണമാണ് നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചതെന്നാണ്? അല്ല, ഒരിക്കലും അല്ല. ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുതലും കൃപയും ആണ് നിനക്ക് സൗഖ്യമായി തീർന്നത്. എന്നാൽ ഏറ്റവും ആദ്യം പറയേണ്ട ഘടകം എന്ന് പറയുന്നത് യേശുവിൻ്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്, ദൈവം നിനക്കായി നൽകിയിരിക്കുന്നത്. കാരണം നീ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവൻ നിനക്കായി നൽകിയ സൗഖ്യമാണ് നിനക്ക് സൗഖ്യമായി ഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ആ വ്യക്തി സൗഖ്യമായതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് ആവശ്യമില്ല. എല്ലാ മഹത്വവും ദൈവത്തിന് തന്നെ ആയിരിക്കണം. മഹത്വത്തിന് യോഗ്യനായവന് തന്നെയാണ് മഹത്വം ലഭിക്കേണ്ടതും മഹത്വം കൊടുക്കേണ്ടതും. ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സൗഖ്യമാകേണ്ടതിന് നമ്മൾ അതിനൊരു വഴിയായി, അല്ലെങ്കിൽ അതിനൊരു പാത്രമായി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു ക്രെഡിറ്റും, യാതൊരുവിധ ക്രെഡിറ്റും നമുക്ക് ആവശ്യമില്ല. നമുക്ക് സന്തോഷിക്കാം, ദൈവത്തോട് നന്ദി പറയാം. വീണ്ടും ദൈവമേ അങ്ങയുടെ അത്ഭുതകരം പ്രവർത്തിക്കണമേ, ദേശങ്ങളെ സൗഖ്യമാക്കണമേ, കുടുംബങ്ങളെ സൗഖ്യമാക്കണമേ, വ്യക്തി ജീവിതങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. അങ്ങയുടെ രക്ഷ പൂർവാധികം ശക്തിയോടെ ദേശങ്ങളുടെ മേലും രാജ്യങ്ങളുടെ മേലും വ്യാപരിപ്പിക്കണമേ എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും പറയാൻ സാധിക്കും. നേരത്തെ നമ്മൾ വായിച്ചതുപോലെ സങ്കീർത്തനം 107:20 പറഞ്ഞതുപോലെ അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. വചനം ജഡമായി തീർന്നവൻ നമ്മുടെ ഇടയിൽ പാർത്തു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. ഇന്ന് പ്രിയമുള്ളവരെ, വചനം ജഡമായി തീർന്നവൻ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന സൗഖ്യം, നമുക്ക് വേണ്ടി നേടിത്തന്നിരിക്കുന്ന സൗഖ്യം നാം പ്രാപിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ ഏതെങ്കിലും അവസ്ഥകൾ ദൈവത്തിൻ്റെതായിട്ടുള്ള ചിന്തകളിലോ ദൈവത്തിൻ്റെതായിട്ടുള്ള വചനങ്ങൾക്കെതിരായോ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ചാൽ. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, കർത്താവായ യേശുവേ, ഈ നിമിഷം അങ്ങയെ കേൾക്കുന്ന ഈ മക്കളെ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ. അങ്ങയുടെ വചനം കേട്ട എല്ലാ മക്കൾക്കും വിശ്വാസത്താൽ അങ്ങയുടെ സൗഖ്യം പ്രാപിപ്പാൻ അവിടുത്തെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനാൽ ഇടയാക്കണമേ. നിങ്ങളേവരും ഈ വാക്കുകൾ ഏറ്റു പറഞ്ഞാട്ടെ. കർത്താവായ യേശുവേ, ഇന്ന് ഞങ്ങൾ കേട്ട ഈ വചനമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവനും ചൈതന്യമുള്ളതായി തീരട്ടെ. യേശുവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട ഒരു മനസ്സോടെ അങ്ങിൽ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നുവെന്നും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചുവെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ 3-ാം നാൾ ഉയർപ്പിക്കപ്പെട്ടുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഈ നിമിഷം ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പിഴവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളുടെ സകല പാപങ്ങളും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങയോടോ അങ്ങയുടെ വചനത്തിനെതിരായോ അങ്ങയുടെ ദാസന്മാർക്കെതിരായോ ഞാൻ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ കരുണയിലും ദയയിലും തന്നെ ഞങ്ങളെ ദർശിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് പുതുക്കുമാറാകണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങളിലായിരിക്കുന്ന രോഗികളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. ഈ നിമിഷം അവരുടെ മേൽ അങ്ങയുടെ സൗഖ്യം വ്യാപരിക്കുമാറാകട്ടെ. കർത്താവെ, അവിടുന്ന് പ്രവർത്തിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. യേശു അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ബലത്താൽ ഞങ്ങളേവരെയും സഹായിക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇൻ ജീസസ് പ്രഷ്യസ് നെയിം. യേശു കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, അപ്പോൾ വരുന്ന ആളുകളിലും തീർച്ചയായിട്ടും ദൈവവചനവുമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്നേഹത്താലും ബലത്താലും നിറയപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളോട് ഒപ്പം ചേർന്നുകൊണ്ട് കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം. ബൈ.